അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊയിനെ എങ്ങനെ ഗ്രീൻ വാട്ടറിൽ കൾച്ചർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഗ്രീൻ വാട്ടർ എന്ന് പറയുമ്പോൾ ആൽഗെ ഫോർമേഷൻ ചെയ്ത വാട്ടറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ വെള്ളം ഈ കളറാവാൻ കാരണം ഇവിടെ നല്ല രീതിക്ക് സൺലൈറ്റ് അടിക്കലുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ആൽഗെ ഫോം ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഗ്രീൻ കളറാവുന്നത്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മൊയിനെ പെട്ടെന്ന് ക്രാഷ് ആവില്ല, അവർക്കുള്ള ഫുഡ് അതിൽ നിന്ന് തന്നെ കുറച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഈ വെള്ളം കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല രീതിക്ക് പച്ച കളറാണ് ഈ വെള്ളം. അപ്പോൾ ഇത് വെച്ചിട്ട് കൾച്ചർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൾച്ചർ ഇത് വെച്ച് ചെയ്യലുണ്ട്, കുറച്ച് സാധാ വെള്ളം വെച്ച് ചെയ്യലുണ്ട്. ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ബക്കറ്റിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഈ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം നമുക്ക് ഡ്രൈ ഈസ്റ്റ് വേണം. അത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആയാൽ മതി. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിന് മാത്രം എടുക്കുക, ഓവറാക്കാനേ പാടില്ല. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇത്ര വലിയ ബക്കറ്റിൽ ഞാൻ ഇത്ര കുറച്ച് ഈസ്റ്റ് മാത്രമേ എടുക്കണുള്ളൂ. അതിനുശേഷം നല്ല രീതിക്ക് അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ എല്ലാ തരിയും നന്നായിട്ട് ഡിസോൾവ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് എത്രത്തോളം നല്ല രീതിക്ക് മിക്സ് ചെയ്താലും നമ്മളിത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. നമ്മളൊരു അരിപ്പ വെച്ച് ഫിൽറ്റർ ചെയ്തിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എത്ര നമ്മൾ കലക്കിയാലും കുറച്ച് റെസിഡ്യൂ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ഈ നെറ്റിൽ കളക്ട് ആയിക്കോളും. ബാക്കി മാത്രം ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ കലക്കിയ ഈസ്റ്റ് മൊത്തം ഞാൻ അതിൽ ഉപയോഗിക്കണില്ല, കാരണം വെള്ളത്തിൻ്റെ കളർ കുറച്ച് ചേഞ്ചായി. ഇനി നമുക്ക് ഇത് മൊയിനയുടെ സ്റ്റാർട്ടർ കൾച്ചറാണ്. ഇത് ഞാൻ വേറെ കൾച്ചർ ചെയ്യണ ഒരു ബക്കറ്റിൽ നിന്ന് കുറച്ച് എടുത്തതാണ്. ഇത്ര തോനെ ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല, കുറച്ച് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇത് കയ്യിൽ അത്യാവശ്യം ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ആവാൻ കുറേ ഇട്ടതാണ്. ഇനി ഇത് അത്യാവശ്യം നല്ലൊരു വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. കാരണം മൊയിനയ്ക്ക് അത്യാവശ്യം സൺലൈറ്റ് ആവശ്യമാണ്. പിന്നെ നല്ലൊരു നെറ്റ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്യാം. കൊതൊന്നും വന്ന് മുട്ടടാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. പിന്നെ വേറെ ഓരോ ജന്തുക്കളും വന്ന് ചാടും, അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, പരിപാടി കഴിഞ്ഞു. നാളെ ഇതേ സമയമാകുമ്പോൾ കുറച്ച് ഈസ്റ്റ് കലക്കിയിട്ട് ഇതേമാതിരി ഒഴിച്ചു കൊടുക്കുക. ഈ ടാങ്കിൽ നിന്നാണ് ഞാനിപ്പോൾ മൊയിനെടുത്തത്. എന്നിട്ടും ഇതിൽ ധാരാളം മൊയിന ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ലക്ഷക്കണക്കിന് മൊയിനകളാണ് ഇതിൽ കിടക്കുന്നത്. ഇതും ഞാൻ ഇതേ മെത്തേഡിൽ കൾച്ചർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.